ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയാണെന്ന വ്യോമസേന വിശദാംശങ്ങൾ പിന്നീട് പങ്കുവയ്ക്കും. വെടിനിർത്തൽ കരാറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നു. വെടിനിർത്തൽ കരാറിന്റെ സാഹചര്യം പരിശോധിക്കുമെന്ന കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചതോടെ പാകിസ്ഥാൻ ചർച്ചയ്ക്ക് നിർബന്ധിതരായി. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പാകിസ്ഥാൻ അറിയിച്ചത് 1 മണിക്ക്, ഇന്ത്യ സന്നദ്ധത അറിയിച്ചത് 3:30 എന്ന വിവരം. അതേസമയം സൈനിക മേധാവികളുടെ സംയുക്ത വാർത്താ സമ്മേളനം വൈകിട്ട് 6:30 നടക്കും. ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി അബ്ദുൾ റഷീദ് കൂടി ചേർന്നു. റഷീദ്, സംയുക്ത വെടിനിർത്തലിന് ശേഷവും ചോദ്യങ്ങൾ ഒരുപാടാണ്. അതിലെന്തൊക്കെ മറുപടിയായിരിക്കും ഉണ്ടാവുക? സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വൈകിട്ട് നടക്കാനിരിക്കുന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അതിനുള്ള ആധികാരികമായ മറുപടി ഉണ്ടാകുമോ? പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ വളരെ വലിയ കൂടിക്കാഴ്ചകൾ, നിർണായകമായ കൂടിക്കാഴ്ചകളൊക്കെ നടക്കുന്നു. ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു വാക്ക് പോലും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി ഏത് സാഹചര്യത്തിലും ട്വിറ്റർ ഹാൻഡിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ആളാണ്. പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ ഹാൻഡിലിൽ നിന്ന് ഇന്ന് ഇതേവരെ ഒരു വാക്കും പോലും വന്നിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ യുദ്ധം ബാക്കിയാക്കുന്ന അല്ലെങ്കിൽ സംഘർഷം ബാക്കിയാക്കുന്ന, വെടിനിർത്തൽ ബാക്കിയാക്കുന്ന ചോദ്യങ്ങളോട് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമോ ആധികാരികമായ മറുപടി? വിനീഷ, തീർച്ചയായും ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങളും അതോടൊപ്പം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രധാനമായും ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇന്ത്യ നടത്തിയിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടരെ ഉണ്ടായിട്ടുള്ള പ്രകോപനങ്ങളുടെ ഭാഗമായാണ് ഓപ്പറേഷൻ സിന്ദൂർ പ്രധാനമായും ഇന്ത്യ ആസൂത്രണം ചെയ്യുകയും അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇന്ത്യ നടത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്ത്യ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിലേക്ക് എന്നുള്ള ഒരു ചർച്ചയ്ക്ക് സജീവമാവുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ, അതായത് 1-ാം തീയതി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് ഈ ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്ന ഇന്ത്യ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ JD വാൻസ് അടക്കമുള്ള ആളുകളോട് പാകിസ്ഥാന്റെ ഭാഗത്തും അത്തരത്തിലൊരു പ്രകോപനം ഉണ്ടാകുമോ എന്ന് ഒരു കാര്യം പാകിസ്ഥാൻ ആലോചിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ത്യ നിലപാട് ഉറപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള നിലപാട് ഉറപ്പിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നീട് 6-ാം തീയതിയും ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു നീക്കം ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുകയാണ്. എന്തായാലും ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ തിരിച്ചടിയായി നൽകിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് തൊട്ട ഉടനെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമവായ ചർച്ചയ്ക്കുള്ള നീക്കം നടന്നിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാകുന്നത്. എന്തായാലും അതായത് റഷീദ്, നേരെ തന്നെ മെയ് 1-ാം തീയതി തന്നെ ഈ പഹൽഗാമിലുള്ള ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം തന്നെ ഇന്ത്യ ഒരു തിരിച്ചടിയിലേക്ക് പോകുന്നു എന്ന ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ, അതും വാർത്താ സമ്മേളനത്തിലൂടെ തന്നെയാണ് ഇന്ത്യ ഇത്തരത്തിൽ നോക്കി നിൽക്കില്ല, തിരിച്ചടി നൽകുമെന്ന ഇന്ത്യയുടെ ഭാഗത്ത് സംയുക്ത സേനയുടെ, ഇന്ത്യൻ ആർമിയുടെ വാർത്താ സമ്മേളനത്തിലാണ് നമ്മളെല്ലാവരും അറിഞ്ഞത്. ആ തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ സമവായ ശ്രമങ്ങളുമായി പാകിസ്ഥാൻ അമേരിക്കയെ ബന്ധപ്പെട്ടിരുന്നു. അതനുസരിച്ച് മെയ് 1-ന് തന്നെ ഇന്ത്യൻ ആർമിയുമായി അത്തരത്തിൽ സമവായ നീക്കത്തിന് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ. അതാ മെയ് 6-ന് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയതിന് ശേഷവും സമവായ ശ്രമങ്ങൾക്കായി, സമന്വയ ശ്രമങ്ങൾക്കായി അമേരിക്കയുടെ മധ്യസ്ഥതയിൽ പാകിസ്ഥാൻ ഇടപെട്ടു എന്നാണോ ഇപ്പോൾ വരുന്ന വിശദാംശങ്ങൾ? വിനീഷ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ കർശനമായിട്ടുള്ള നിലപാടിൽ ഇന്ത്യ മുന്നോട്ട് പോവുക തന്നെയായിരുന്നു. അതായത് ഭീകരവാദത്തിനെതിരെ ശക്തമായിട്ടൊരു നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് ഇന്ത്യ നേരത്തെ തന്നെ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ നിലവിൽ, അതായത് ഈ ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ ശക്തമായിട്ടുള്ള തിരിച്ച് ഒരു അടി ഇന്ത്യ നടത്തുമെന്ന ഒരു നിലപാടിൽ ഇന്ത്യ തുടരുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് അടക്കമുള്ള അല്ലെങ്കിൽ പ്രകോപനപരമായിട്ടുള്ള സമീപനം ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുകയും പിന്നീട് ഓപ്പറേഷൻ സിന്ദൂറുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനം നിലവിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു വെടിനിർത്തൽ കരാറുമായി സമവായത്തിലേക്ക് എത്താനുള്ള തീരുമാനം പാകിസ്ഥാന്റെ ഭാഗത്ത് നേരത്തെ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് നിഷേധിക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു നേരത്തെ പാകിസ്ഥാൻ നൽകുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഈ
നേരത്തെ സൗദി അറേബ്യ വക്താവുമായൊക്കെ തന്നെയും പാകിസ്ഥാൻ സംസാരിക്കുന്നതും ചില ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കൃത്യമായിട്ട് ഇന്ത്യ ഇടപെട്ടത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാറിലേക്ക് ഒരു ചർച്ചയ്ക്കായി പാകിസ്ഥാൻ രംഗത്തെത്തിയത്. പിന്നീട് അത് ഇന്ത്യയും ഒരു സന്നദ്ധത അറിയിക്കുകയായിരുന്നു. എന്തായാലും 9-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് സജീവമാണെന്ന് 1 മണിയോടുകൂടി പാകിസ്ഥാൻ അറിയിക്കുകയും പിന്നീട് 3 മണിയോടുകൂടി 3:30 സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഇന്ത്യയും രംഗത്തെത്തുകയായിരുന്നു. പിന്നീട് ഇരു സേനാ മേധാവികളുടെയും അതോടൊപ്പം ഈ ഉന്നത തലത്തിലുള്ള യോഗങ്ങൾ ചേർന്നുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തിയത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ സേനാ വിഭാഗങ്ങളൊക്കെ തന്നെയും അറിയിച്ചിട്ടുള്ളത്. അതായത് വെടിനിർത്തൽ കരാർ ലംഘിച്ചതുമായിട്ടുള്ള സാഹചര്യം എന്താണ് എന്നുള്ളത് പരിശോധിക്കുമെന്ന് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയും ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാവുകയാണെങ്കിൽ, ലംഘനം ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഇന്ത്യ നൽകും. അതിനുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ സേനാ വിഭാഗങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. പൂർണ്ണ സ്വാതന്ത്ര്യവും സേനാ വിഭാഗങ്ങൾക്ക്, സംയുക്ത സേനാ വിഭാഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉപേന്ദ്ര ദ്വിവേദി അടക്കമുള്ള സേനയുടെ മേധാവികൾ അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനം ഉണ്ടായാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്നുള്ളതും, അതോടൊപ്പം ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ നടപടി തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും അതോടൊപ്പം മറ്റു സേനാ വിഭാഗങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നത്. അതോടൊപ്പം പാകിസ്ഥാന് കൃത്യമായിട്ടുള്ള തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്ന ചില പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളും ഇന്ത്യ പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് പാകിസ്ഥാൻ്റെ ജയ്ഷെ മുഹമ്മദ് അടക്കമുള്ള മേഖലകൾ, അതുപോലെ ഭീകരവാദ സംഘടനകളായിട്ടുള്ള ജയ്ഷെ മുഹമ്മദിൻ്റെയും ISIയുടെയും കൃത്യമായിട്ടുള്ള ചില മേഖലകളിൽ പ്രഹരമേൽപ്പിക്കാൻ ഇന്ത്യക്ക് ആയിട്ടുണ്ട്. പ്രത്യേകിച്ചും ബഹവൽപൂരിലടക്കം കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ ആയിട്ടുണ്ട്. അതോടൊപ്പം റഹീം യാർ ഖാൻ എയർബേസിൻ്റെ റൺവേ പൂർണ്ണമായും ഇന്ത്യ തകർത്തിരിക്കുന്നു. ആക്രമണങ്ങൾ നടത്തിയത് കൃത്യതയോടെയും അതോടൊപ്പം വളരെ ആസൂത്രിതമായും രഹസ്യമായും തന്നെയാണ് ഇത്തരത്തിലൊരു ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അതോടൊപ്പം ഈ ഭീകരാക്രമണവും അതോടൊപ്പം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഏറ്റുമുട്ടലുകൾ തമ്മിൽ വലിയ അനന്തരമുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാവുകയാണ്. അതായത് സാങ്കേതിക തലത്തിലും സൈനിക തലത്തിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ വളരെ താഴെയാണ് നിലനിൽക്കുന്നത്. കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഇന്ത്യക്ക് നടത്താൻ അതുകൊണ്ട് തന്നെ ആവുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാന്റെ ആക്രമണങ്ങളെല്ലാം തന്നെ ചെറുത്തു നിൽക്കാനും നിർവീര്യമാക്കാനും ഇന്ത്യക്ക് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സേനാ മേധാവികളും അതോടൊപ്പം മറ്റു കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംയുക്ത വാർത്താ സമ്മേളനം 6:30 നിശ്ചയിച്ചിരിക്കുക. വ്യക്തമാകുന്ന കാര്യങ്ങൾ തന്നെ പുറത്തു വരും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിരുന്നു. നേരത്തെ തന്നെ അമേരിക്കയുമായി പാകിസ്ഥാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള സമവായ ചർച്ചകൾക്ക് ഇടപെടണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നതായാണ് ഇപ്പോൾ JD വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പങ്കുവച്ചിട്ടുള്ളത്. ഈ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സമവായ ചർച്ചയ്ക്ക് പാകിസ്ഥാനാണ് ആദ്യം മുന്നിൽ വന്നിട്ടുള്ളത് എന്ന ഒരു കാര്യം വ്യക്തമായിരിക്കുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള നിലപാട് ഇന്ത്യ സ്വീകരിക്കുകയായിരുന്നു. പിന്നീട് ഭീകരവാദ പ്രവർത്തനത്തിനെതിരെയുള്ള ഒരു തിരിച്ചടി ഇന്ത്യ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതേസമയം നേരത്തെ ഉണ്ടായിട്ടുള്ള ഈ വെടിനിർത്തൽ കരാർ മാത്രമല്ല, നേരത്തെ ഇന്ത്യ മരവിപ്പിച്ചിട്ടുള്ള സിന്ധു നദീജല കരാറിൽ നിന്നും പിന്നോട്ട് ഇല്ല എന്നുള്ള ഒരു തീരുമാനവും ഇപ്പോൾ വന്നിരിക്കുകയാണ്. ആ ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ഒരു നിലപാടിൽ ഇന്ത്യ ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഭീകരത അവസാനിപ്പിക്കാതെ നദീജല കരാർ മരവിപ്പിക്കുന്നതുമായി അല്ലെങ്കിൽ മരവിപ്പിച്ചതിൽ ഒരു പുനഃപരിശോധന ഇല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. കാരണം ഈ ഭീകരാക്രമണം നടന്നതിന് പിന്നാലെയും അതോടൊപ്പം ഈ ഓപ്പറേഷൻ സിന്ദൂർ പിന്നാലെയുണ്ടായിട്ടുള്ള വെടിനിർത്തൽ കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട ഏറെ ചോദ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും
പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ അറിയിച്ചിരിക്കുകയാണ്. നിലപാട് അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിൽ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് ഇപ്പോൾ സേനാ വിഭാഗങ്ങളും വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഇന്ത്യ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും ഒക്കെ തന്നെയും പാകിസ്ഥാൻ ഉതിർത്തുകയും പിന്നീട് അത് നിർവീര്യമാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇന്ത്യ കടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദീകരണങ്ങൾ 6:30 നടക്കുന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നമുക്ക് അറിയാൻ കഴിയും. വിനിഷ. റഷീദാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.